അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നുസൈബ അന്നും ക്ലാസ്സിന് വന്നില്ല. മിസ് ഹാജരെടുക്കുന്നു. എന്തു പറ്റി നുസൈബക്ക്? അവൾ ഇന്നലെയും കണ്ടില്ലല്ലോ. മിസ്സിൻ്റെ ചോദ്യത്തിന് മുമ്പിൽ ഷിഫ എന്ത് പറയണം എന്നറിയാതെ ഒരു നിമിഷം പരുങ്ങിപ്പോയി. ഷിഫ, നിൻ്റെ കൂടെയല്ലേ അവൾ ഉണ്ടാവാറുള്ളത്? എന്തു പറ്റി? ഈ എക്സാമിന് അടുത്ത ടൈമിന് എന്താപ്പോൾ ഇങ്ങനെ ലീവാക്കി കഴിഞ്ഞാൽ? നമ്മളുടെ സ്ഥാപനത്തിൻ്റെ ഒരു പ്രതീക്ഷയായിരുന്നു നുസൈബ. എന്തായാലും ഞങ്ങൾ അവൾക്ക് റാങ്ക് ഉറപ്പിച്ചതായിരുന്നു. എന്തുകൊണ്ടാണ് അവൾ ക്ലാസ് കട്ട് ചെയ്യുന്നത്? അത് ശരിയല്ലല്ലോ. ഇപ്പോഴത്തെ പോർഷൻ എന്ന് പറഞ്ഞാൽ അത്രക്കും അർജൻറ്റായിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ള കാര്യങ്ങളാണ് പഠിപ്പിക്കണത്. ഈ ഒരു ടൈം മിസ്സാക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു നഷ്ടമായിരിക്കുമല്ലോ. എന്തു പറ്റി? ഷിഫ, ഇവിടെ വരൂ. ഷിഫയെ അതാ മിസ് വിളിക്കുന്നു. ഷിഫ, നുസൈബ എവിടെ? അവൾ വിളിച്ചു നോക്കിയോ? ഞാൻ കരുതി ഇന്നലെ പിന്നെ എന്തെങ്കിലും അസുഖമായിട്ട്, പക്ഷേ ഇന്നും അവളെ കാണാത്തത് കൊണ്ട്. നുസൈബയോട് ചോദിച്ചപ്പോൾ അവൾക്ക് എന്ത് പറയണമെന്ന് അറിയുന്നില്ല. ഇതൊന്നും ഒരിക്കലും ഒരു മിസ്സിനോട് പറയാൻ പറ്റുന്നതല്ലല്ലോ. ഒരു പക്ഷേ ഇനി പറഞ്ഞാൽ തന്നെ അത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്നുള്ള ഒരു ഭയവും ഉണ്ടായിരുന്നു. കാരണം ഇഷ്ടമില്ലാത്തത് ഒരാളോടും പറയാൻ പാടില്ല. കാരണം ഞാൻ തന്നെ ചോദിച്ചിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത്. നിക്കാഹ് കഴിഞ്ഞ പെണ്ണാണെന്നും ഭർത്താവ് ഇങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ അതൊരിക്കലും ഇഷ്ടാവില്ല. മിസ്സിനോടൊക്കെ പറഞ്ഞാൽ എന്തായാലും മിസ്സ് സാറിനോട് പറയും. ഇനി ഒരു പക്ഷേ ആ ഒരു ക്ലാസ്സിലെ കോളേജിലെ കുട്ടികൾ മുഴുവൻ അതറിയാനും ഒക്കെ ചാൻസ് ആവും. പിന്നീട് ആ കുട്ടി ഒരു നോട്ടപ്പുള്ളിയായി മാറും. അങ്ങനെയൊക്കെ കരുതിയിട്ട് തന്നെ ഷിഫ ഒന്നും മിണ്ടിയില്ല. സർ അപ്പോൾ അതാ അങ്ങോട്ട് വരുന്നു. എനി പ്രോബ്ലം? സർ ചോദിച്ചു. അല്ലേ സാറേ, നമ്മുടെ ക്ലാസ്സിൽ നന്നായിട്ട് പഠിക്കുന്ന ആ നുസൈബ എന്ന കുട്ടി ഇന്നും ലീവാണ്. ഇന്നലെയും ലീവായിരുന്നു. ഈ ഒരു ടൈമിന് ലീവ് എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് കുറച്ച് എന്താ പറയുക, നന്നായിട്ട് ബാധിക്കും എക്സാമിനെ. കാരണം നമുക്ക് പ്രതീക്ഷയുള്ള കുട്ടികളിൽ എണ്ണപ്പെട്ട ഒരു കുട്ടിയാണ് അവൾ. അത് ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല. നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ അഭിമാനമായിട്ടാണ് അവളെ കണക്കാക്കിയിട്ടുള്ളത്. സാറും മിസ്സും എന്തൊക്കെയോ ചർച്ച ചെയ്യുന്നു. എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതിപ്പോൾ നമ്മുടെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനോട് തുറന്നെല്ലാം പറഞ്ഞാൽ ഒരു പക്ഷേ ഒരു പരിധി വരെയൊക്കെ അവർക്ക് അതിനൊരു പരിഹാരം കാണാനാവും എന്നാണല്ലോ സാറ് പറഞ്ഞു. എന്നാൽ നീ ഒന്ന് വിളിച്ചു നോക്ക് അവളെ. വിളിച്ചിട്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ തിരക്കി അതിനുള്ളൊരു പ്രോബ്ലംസിനുള്ള എന്തെങ്കിലും സൊല്യൂഷൻ നമുക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ എക്സാമിന് അവൾ അറ്റൻഡ് ചെയ്യേണ്ടതാണല്ലോ. അപ്പോൾ അവൾ വന്നോളും എന്തൊക്കെ തന്നെയായാലും. അല്ലാതെ അവളെ മിസ്സാക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു നഷ്ടമാണ് കേട്ടോ. അത് നമ്മുടെ സ്ഥാപനത്തിനും നമ്മുടെ ഇതിനൊക്കെ ബാധിക്കും. മൊത്തത്തിൽ വളരെയധികം ഫ്ലെക്സിൽ നമുക്ക് പേര് ചേർക്കാൻ പറ്റിയ രീതിയിലുള്ള റാങ്കായിരിക്കും അവൾക്ക് എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം അവളുടെ ഒരു മെമ്മറി പവർ ആ രീതിയിലാണ്. അതുകൊണ്ട് സേറെ, ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. മിസ് അതാ നുസൈബാക്ക് വിളിക്കുന്നു. ഫോണിൽ മിസ്സിൻ്റെ നമ്പർ കണ്ട അവൾ ഒന്ന് ഞെട്ടിപ്പോയി. മോളെ, ഉമ്മ വിളിച്ചു. ആരാ ഫോണ് വിളിക്കുന്നില്ല, നീ എന്താ എടുക്കാത്തത്? അത് ആരാ മോളെ? ഉമ്മ വേഗം ഫോൺ വാങ്ങി അവളുടെ കയ്യിൽ നിന്ന്. മിസ്സാണല്ലോ. മോളെ നിൻ്റെ ടീച്ചറാണോ? അതേ ഉമ്മ. ഉമ്മ സംസാരിച്ചോളൂ, ഞാനൊന്നും പറയുന്നില്ല. അല്ല, നിന്നെയാണ് വിളിച്ചത്, അപ്പം നീ സംസാരിക്ക്. അവൾ ഫോൺ എടുത്തു. ഹലോ നുസൈബ, എന്താ 2 ദിവസമായല്ലോ ക്ലാസ് കട്ട് ചെയ്യുന്നു? എന്ത് പറ്റി? അത് അവസാനത്തെ പോർഷനാണ്, ഒക്കെ അറിയണമല്ലേ. പ്രധാനപ്പെട്ട അർജൻറ്റായിട്ടുള്ള കുറച്ച് വേർഡ്സൊക്കെയാണ് ഇപ്പോൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് അത്യാവശ്യമാണ്. വളരെ വലിയൊരു മിസ്സിങ് ആണ് കേട്ടോ. ഇന്നലെ നഷ്ടപ്പെട്ടു, ഇന്നും. എന്ത് പറ്റി? എക്സാം അറ്റൻഡ് ചെയ്യേണ്ടതല്ലേ? നുസൈബാക്കൊന്നും പറയാനുണ്ടായിരുന്നില്ല. എന്താ വരാത്തത്? ഒന്നുമില്ല മിസ്സേ. മോളുടെ മമ്മയുടെ അടുത്തുനിന്ന് ഫോൺ എടുക്കുമോ? ഉമ്മയുടെ കയ്യിൽ അതാ നുസൈബ ഫോൺ കിട്ടുന്നു. ഹലോ ടീച്ചറെ. ഞാൻ നുസൈബാൻ്റെ ഉമ്മയാണ്. അത് ശരി. എന്താ ഉമ്മ, നിങ്ങൾ 2 ദിവസമായിട്ട് മോളെ പറഞ്ഞേക്കാത്തത്? ഇന്നലെയും കണ്ടില്ല, ഇന്നും കണ്ടില്ല. പിന്നെ അന്നൊരു ദിവസം ഉപ്പാക്ക് സുഖമില്ല എന്നതിൻ്റെ പേരിൽ അതൊക്കെ. പക്ഷെ വീണ്ടും ഇപ്പം ഇതാ കഴിഞ്ഞല്ലോ ക്ലാസ്സിനില്ല, എക്സാമാണ്. അപ്പോൾ അത്യാവശ്യമായിട്ടുള്ള കുറച്ച് ഭാഗങ്ങളൊന്ന് പഠിപ്പിക്കാനുണ്ടായിരുന്നു.
അത് നിർബന്ധമായിട്ടും എക്സാമിന് വരുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ എങ്ങനെയെങ്കിലും അവളെ പറഞ്ഞു വിടട്ടോ. ടീച്ചറെ, ഇന്നത്തെ ക്ലാസ്സിൻ്റെ സമയവും കഴിഞ്ഞില്ലേ? കഴിഞ്ഞിട്ടില്ല. അവൾക്ക് എന്തിനും ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് അവർക്ക് ഞാൻ സെപ്പറേറ്റ് എടുത്ത് കൊടുത്തോളാം. അത് കുഴപ്പമില്ല, എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞു വിട്. അത് ഓള് വരാൻ കൂട്ടാക്കണില്ല. അതെന്ത് പറ്റി? ഈ എക്സാമിൻ്റെ ടൈമിന് അത് ഇത്രയും ക്യാഷൊക്കെ മുടക്കി ക്ലാസ്സിനൊക്കെ വന്നിട്ട് ഇത് ലാസ്റ്റ് ടൈം എങ്ങനെയാവാൻ എന്താ കാരണം? ടീച്ചറെ, ഓൾക്കുള്ള ഫാമിലിയിൽ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ്. ഫാമിലിയിലോ? അതെന്താ ഫാമിലി? നിങ്ങളുടെ ഫാമിലി തന്നെയല്ലേ? അവിടെ എന്താ പ്രശ്നം? അല്ലേ, ഓളെ കെട്ടിച്ച ഫാമിലിയിലേ. മൈ ഗോഡ്, ആ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടോ? ഷോ, കഷ്ടമായി പോയിട്ടോ. അതെന്താ ഇത്ര നേരത്തെ തന്നെ എന്നെ കല്യാണം കഴിപ്പിച്ചത്? ചെറിയ കുട്ടികളല്ലേ, കുറച്ചൊരു പക്വത എത്തണ്ടേ? പെട്ടെന്ന് തന്നെ കല്യാണം കഴിപ്പിച്ചിട്ട് എന്തപ്പോൾ +2 കഴിഞ്ഞ ഉടനെയാണോ കല്യാണം കഴിപ്പിച്ചത്? അതെ ടീച്ചറെ, +2 കഴിഞ്ഞ് ഡിഗ്രിക്ക് 1-2 മാസം പോയി തുടങ്ങി. അപ്പോഴേക്കും ഓൾക്ക് കല്യാണം വന്നു, കല്യാണം കഴിപ്പിച്ചു കൊടുത്തു. ഉമ്മ വല്ലാത്തൊരു കഷ്ടമായി പോയിട്ടോ. കാരണം ഇത്രക്കും പഠിക്കാൻ കഴിയണ, ഇത്രക്കും മെമ്മറി പവറുള്ള ഇങ്ങനത്തെ കുട്ടികളെ നമ്മൾ ഇത്രക്കും ടാലൻ്റ് ഉള്ള കുട്ടികളെ കിട്ടാൻ പ്രയാസമാണ്. ഇങ്ങനെയും പഠിക്കണം, അതും SLCക്കും അതുപോലെ +2-നൊക്കെ ഫുൾ A+ഉം A ഗ്രേഡും വാങ്ങിയ കുട്ടി. അങ്ങനത്തെ കുട്ടികളൊന്നും പെട്ടെന്ന് കെട്ടിച്ച് വിട്ട് കഴിഞ്ഞാൽ അവരുടെ ഭാവി തന്നെ പോവുകയാണ്. അല്ലെങ്കിൽ പിന്നെ പഠിപ്പിക്കണം. ഇതിപ്പോൾ പിന്നെ ഇപ്പോൾ എങ്ങനെയാണ് ഒരു പ്ലാനിങ് വന്നത്? MBBSന് ജോയിൻ ആവാനുള്ള കോച്ചിങ്ങിന് വരാൻ എങ്ങനെയാണ് ഇപ്പോൾ ഒരു പ്ലാനിങ്? അത് ഓള് ഉപ്പാൻ്റെ പെങ്ങൾ പറഞ്ഞതായിരുന്നു. അല്ല, എന്നിട്ട് വിവാഹ വീട്ടിൽ നിന്ന് തന്നെ അവിടെ നിന്നല്ലേ വരുന്നത്, ഭർത്താവിൻ്റെ അടുത്ത് നിന്ന്? എന്നിട്ട് കണ്ടിട്ടില്ലല്ലോ ഭർത്താവിനെ, എന്നും ബസ്സിനാണല്ലോ അവൾ പോകാറുള്ളത്. ടീച്ചറെ, അതൊക്കെ പറയുകയാണെങ്കിൽ ഒരു കഥയാണ്. ഉള്ള കാര്യത്തിൽ ഞങ്ങൾ ഉമ്മ അല്പം മാറി നിന്നു, കുറച്ച് വിട്ട്. നുസൈബ് ഒരിക്കലും താൻ പറയുന്നത് കേൾക്കരുത് എന്ന്. ടീച്ചറെ, ആ ഉമ്മ പറയൂ. അത് അവളെ കാര്യം ഭയങ്കര കഷ്ടത്തിലാണ്. പ്രതീക്ഷയോടെ കല്യാണം കഴിച്ചൊക്കെ ഞങ്ങൾ കൊടുത്തത്, പക്ഷേ അതവിടെ മോശമാണ്. പിന്നെ അതുമല്ല, ഒരുപാട് വിഷമങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചു. ഇപ്പോൾ ഇവിടെയാണ് വീട്ടിൽ. ആഹാ, വല്ലാത്തൊരു കഷ്ടം. ഞാൻ പറഞ്ഞില്ലേ അതിനെക്കുറിച്ച്. എനിക്ക് അവളെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാനുണ്ട്. എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് നുസൈബെ ഇങ്ങോട്ട് എത്തിക്കും. നിങ്ങൾ ഒരുമിച്ച് വന്നോളൂ, അല്ലെങ്കിൽ ഉപ്പയെ കൂട്ടി വന്നോളൂ. ഞാൻ അവൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തോളാം. അത് ഉപ്പാക്ക് സുഖമില്ല, പിന്നെ ഉപ്പാനെ വിട്ട് ഞാനും ഓളും. ഓഹോ, അങ്ങനെയാണെങ്കിൽ നോക്കട്ടെ. ഞാൻ പറയുമ്പോഴൊന്ന് ലൊക്കേഷൻ വിടണേ. ആ ടീച്ചറെ. നുസൈബയുടെ കയ്യിൽ ഉമ്മ ഫോൺ കൊടുത്തു. ടീച്ചർ ഫോൺ കട്ട് ചെയ്തിരുന്നു. മോളെ, നിന്നോട് ക്ലാസ്സിന് വരാൻ പറഞ്ഞിട്ടുണ്ട്. അവസാനത്തെ പാഠഭാഗങ്ങളാണ് പഠിപ്പിക്കുന്നത്, അത്യാവശ്യമുള്ളതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ എടുക്കൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. എക്സാമിനുള്ളത് നിർബന്ധമായിട്ടും അത് അറ്റൻഡ് ചെയ്യണം എന്ന് തന്നെയാണ് ടീച്ചർ പറയണത്. ഉപ്പാൻ്റെ കൂടെ പറഞ്ഞേക്കാൻ പറഞ്ഞു, അല്ലെങ്കിൽ എൻ്റെ കൂടെ വരാൻ പറഞ്ഞു. എന്തപ്പോൾ ചെയ്യുക? ഉമ്മ, ഞാൻ എഴുതുന്നില്ല ഉമ്മ എക്സാം. അതെന്താ മോളെ അങ്ങനെ? മോളെ, നമ്മളെ ജീവിതത്തിലുള്ളൊരു പ്രതീക്ഷയാണ് മോളുടെ ഈ ഒരു എക്സാം, ഈ ഒരു എൻട്രൻസ് എക്സാം, അതും നീറ്റിൻ്റെ. ഇതിലൊക്കെ നമ്മൾ വിജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എൻ്റെ മോൾക്ക് പിന്നെ ലക്ഷങ്ങൾ മുടക്കി പഠിക്കുന്ന MBBS ഫ്രീ ആയിട്ട് പഠിക്കാമല്ലോ. അതാണ് മോളെ നമ്മൾ ആഗ്രഹിക്കുന്നത്. എൻ്റെ കുട്ടി ഒരിക്കലും അത് തള്ളിക്കളയരുത് മോളെ. 50 ലക്ഷം 60 ലക്ഷമൊക്കെ കൊടുത്ത് പഠിപ്പിക്കാൻ നമ്മളടുത്ത് എവിടെ? നമുക്ക് കപ്പാസിറ്റി ഇല്ലല്ലോ അതിൻ്റെ. എന്നാലും ആ ഉമ്മ ഇങ്ങനെ തരുന്നോണ്ടല്ലേ നമ്മളിങ്ങനെ കഴിഞ്ഞു പോണത്. പാവം, പഠിച്ചോൻ ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. മോളെ, നമുക്ക് വാ, ക്ലാസ്സിന് പോവാം. ഉമ്മ, എൻ്റെ കുട്ടി പറയെന്താ? ഒരുപാട് പ്രതീക്ഷയോടെയാണ് ഞാൻ ജീവിച്ചിരുന്നത് ഉമ്മ. എൻ്റെ എല്ലാ പ്രതീക്ഷകളും ഇപ്പോൾ ഇല്ലാതായിട്ടുണ്ട്. ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിരുന്നു. ഞാൻ MBBS ആകാൻ വേണ്ടി പഠിക്കുമ്പോൾ എൻ്റെ ഫൈസൽക്ക എന്നെ കാണും. ഞാനൊരു MBBS പഠിച്ചതിന് ശേഷം എൻ്റെ ഇക്ക എന്നെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ വരും. അപ്പോൾ എനിക്ക് പഠനമൊക്കെ ആയല്ലോ, ഉദ്യോഗമായല്ലോ. ഇതിപ്പോൾ ഒന്നുമില്ലാത്തത് കൊണ്ടല്ലേ ഇക്കാക്ക് എന്നെ വെറുപ്പ്. അപ്പോൾ ഞാൻ കരുതിയിരുന്നു
4-5 വർഷം എൻ്റെ ഇക്കയെ പിരിഞ്ഞ് ജീവിക്കേണ്ടി വന്നാലും MBBS കഴിഞ്ഞ് ഡോക്ടറൊക്കെയായി പുറത്തിറങ്ങുമ്പോൾ എൻ്റെ ഇക്കാക്ക് എന്നെ ഇഷ്ടപ്പെടും. അങ്ങനെ എനിക്കെൻ്റെ ഫൈസൽക്കയുടെ കൂടെ ജീവിക്കാൻ കഴിയും. എന്നെ കൈപ്പിടിക്കാൻ അദ്ദേഹം വരും എന്നൊക്കെ ഒരുപാട് പ്രതീക്ഷയായിരുന്നു ഉമ്മ. പക്ഷേ അതെല്ലാം നഷ്ടപ്പെട്ടപ്പോൾ ഇനി എന്തിനാണ് ഇങ്ങനെയൊരു ജീവിതം? അല്ലെങ്കിൽ എന്തിനാണ് ഉദ്യോഗം കിട്ടുന്നത്? അല്ലെങ്കിൽ വലിയ ജോലിക്കാരിയായി ഡോക്ടറാകുന്നത് എന്തിനാണ് എന്ന് വരെ ഞാൻ ചിന്തിച്ചു പോവുകയാണ്. മോളെ, ഒരിക്കലും അങ്ങനെയല്ല. അപ്പം നീ പഠിച്ചത് അവനക്ക് വേണ്ടിയായിരുന്നോ? കഷ്ടമായി പോയല്ലോ. അപ്പോൾ ഇതുവരെയൊക്കെ പഠിച്ചത് അവനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നല്ലേ? ഉമ്മ, അങ്ങനെയല്ല. എനിക്കൊരു നിയ്യത്തുണ്ട്. പഠിച്ച് ഞാൻ ഡോക്ടറായി കഴിഞ്ഞാൽ പാവപ്പെട്ട രോഗികളെയെല്ലാം എനിക്ക് ശുശ്രൂഷിക്കണം, എനിക്കവരെ പരിപാലിക്കണം, അവർക്ക് ഫ്രീ ആയുള്ള ചികിത്സ, മരുന്നുകൾ എല്ലാം നൽകി അങ്ങനെ സഹായിക്കണം, സഹകരിക്കണം. അതാണുമ്മ എൻ്റെ ചിന്ത. എന്നാലും എൻ്റെ ഫൈസൽക്ക് കൂടെ ഉണ്ടാകുമ്പോൾ മിണ്ടരുത് നുസൈബ്, ഇനി അതിനെക്കുറിച്ച് മിണ്ടരുത്. ഒരിക്കലും ഇന്ന് നിൻ്റെ ഫൈസൽക്ക് അല്ല അത്. അവൻ നിന്നെ ഉപേക്ഷിച്ചതല്ലേ, പിന്നെ എങ്ങനെ നിൻ്റെ ഫൈസൽക്ക് ആകുന്നു? ഇനി അവൻ്റെ പേരെങ്ങാനും ഇവിടെ ഉച്ചരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നുസൈബ, എൻ്റെ ഉമ്മയാണ് പറയണത്. പിന്നെ ഞാൻ നിന്നോട് ടച്ച് ഇല്ല കേട്ടോ. നിനക്കിപ്പോൾ വീട്ടുകാരെക്കാളൊക്കെ ഇഷ്ടം ഓനാണ്. എൻ്റെ ഉമ്മ എന്നെ അത്രമാത്രം അവിടുത്തെ ഉമ്മ സ്നേഹിക്കണേ. അതിനേക്കാളൊക്കെ എനിക്കിഷ്ടം ഓനെ തന്നെയാണ്. അത് എനിക്കറിയാം. ഓൻ എൻ്റെ മനസ്സിൽ നിന്ന് എന്നാണ് നീ ഒഴിവാക്കണത്, അന്ന് നോക്കിക്കോ ഈ ഉമ്മ എൻ്റെ കൂടെ എല്ലാത്തിനും നിൽക്കും. അല്ലെങ്കിൽ ഓനെയും ഓർത്തി അവിടെ അങ്ങനെ നിന്നോ. ഇനി ഞാൻ എൻ്റെ കാര്യത്തിനൊന്നും ഒന്നിനും ഇടപെടൂല. എല്ലാത്തിനും വരാറുണ്ട്. ക്യാഷിന് കുറച്ച് കുറവാണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ ഞാനാണ് എൻ്റെ ഒപ്പം നിന്നിട്ടുള്ളത്. ഇനിയും അവൻ്റെ പേര് പറയുകയും ഉച്ചരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ എന്നെ കിട്ടൂല. കാരണം അങ്ങനെ ആലോചിച്ച് ചിന്താഗതിയൊക്കെ മാറി വല്ല അസുഖമായി മാറും. പിന്നെ ആരും നോക്കാണ്ടാവില്ല. ഇപ്പാൻ്റെ സ്ഥിതി എനിക്കറിയില്ലേ. പിന്നെ എൻ്റെ താഴെയുള്ള അനിയത്തിമാരും ഞാനും എങ്ങനെ? അപ്പോൾ ആദ്യമേ ഞാൻ പറഞ്ഞേക്കാം, ഇനി ആ പേര് ഉച്ചരിക്കുകയെ കുറിച്ച് പറയുകയേ ചെയ്യരുത്. ഇതുവരെ ഓക്കെ, എൻ്റെ ഭർത്താവായിരുന്നു. പക്ഷേ ഇനി അങ്ങോട്ട് എൻ്റെ കുട്ടി അത് പറയുന്നത് ശരിയല്ല, തെറ്റാണ് കേട്ടോ. ഒരിക്കലും അവന് നിനക്കൊരു അന്യപുരുഷനായി മാറിക്കഴിഞ്ഞു. ഇനി ഓനെക്കുറിച്ച് ചിന്തിക്കണമെന്ന് തെറ്റാണ്. നോക്കിക്കോ, ആലോചിച്ചോ. പറഞ്ഞില്ലെന്ന് വേണ്ട. നുസൈബാക്ക് ഒന്നും മിണ്ടാൻ കഴിഞ്ഞില്ല. അവൾ ഒരു നിമിഷം ഏതോ ഒരു ചിന്തയിലേക്ക് ഒഴുകി. അന്യപുരുഷൻ, എൻ്റെ ഫൈസൽക്ക ഇനി മുതൽ അന്യപുരുഷനാണ്. ആ ഒരു സത്യം അവൾ അപ്പോഴാണ് അത് മനസ്സിലാക്കുന്നത്. ഇനി അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കാൻ പാടില്ല. ഉമ്മ പറഞ്ഞ വാക്കുകൾ അത് ചെവിയിലെങ്ങനെ അലയടിക്കുകയാണ്. പഠിച്ചോനെ, ഇനി അപ്പോൾ ഒരിക്കലും ചിന്തിക്കരുത് അല്ലേ? ചിന്തിക്കാൻ ഞാൻ പാടില്ല. നുസൈബ എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. ഉമ്മ പറയുന്ന ആ വാക്കുകൾക്ക് അവൾക്ക് പറയാൻ ഉത്തരമുണ്ടായിരുന്നില്ല. ശരിയാണ്, ഉമ്മ പറഞ്ഞത് യാഥാർത്ഥ്യമാണ്. അല്ലെങ്കിലും ഇനി ഒരിക്കലും ആ ഒരു പേരും പറഞ്ഞ് ഞാൻ ചിന്തിക്കാനേ പാടില്ല. ശരിയാണ് ഉമ്മ പറഞ്ഞത്. അവൾ അവിടെ നിന്നു. കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ വരുന്നുണ്ട് എന്ന് തോന്നി. ഇല്ല, പാടില്ല. ഇനി നുസൈബ കരയില്ല. ഫൈസലിന് വേണ്ടി. അവൻ എൻ്റെ ഭർത്താവല്ലല്ലോ. ആ സ്ഥാനത്ത് നിന്ന് എന്നെ ഒഴിവാക്കിയതല്ലേ. ഭാര്യ പദവി ഉപേക്ഷിച്ചവനാണ്. അതുകൊണ്ടില്ല, ഇനി ഞാൻ അവനക്ക് വേണ്ടി ഞാൻ കരയില്ല. എൻ്റെ ഉമ്മയുടെ വാക്കുകൾ എൻ്റെ മനസ്സിൽ അത്രക്കും തറച്ചുപോയി. അന്യപുരുഷൻ ഹറാമാണ്. ഒരിക്കലും അന്യപുരുഷന്മാരെ കുറിച്ച് ചിന്തിക്കുകയോ അവരോട് ഇടപഴകുകയോ അങ്ങനെയൊന്നും തെറ്റായ രീതിയിൽ ചെയ്യാൻ പാടില്ല. ഒരിക്കലും എൻ്റെ ഭർത്താവല്ല ഇനി ഫൈസൽ. ഞാൻ ആ ഒരു ചിന്താഗതിയിൽ നിന്ന് മാറുവാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു. ഉമ്മ എന്നോട് ക്ഷമിക്കണം. മോളെ, എൻ്റെ കുട്ടിനോട് എനിക്ക് ദേഷ്യം ഉണ്ടായിട്ടോ ഒന്നുമല്ല ഞാൻ പറഞ്ഞത്. നീ പിന്നെയും ഓനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അത് തെറ്റാണെന്ന് ഞാൻ പറയേണ്ടി വന്നു. ശരിയാണ്, എനിക്ക് പ്രയാസമായിരിക്കും മറക്കാനും പൊറുക്കാനൊക്കെ. പക്ഷേ അത് മോളെ, ഇനി ഒരിക്കലും എൻ്റെ കുട്ടി അതിനെക്കുറിച്ച് ചിന്തിക്കരുത് കേട്ടോ. എൻ്റെ പൊന്നു മോളല്ലേ. അവൾ ഉമ്മയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു.
ഉമ്മ വിചാരിച്ചു. പാവം എൻ്റെ പൊന്നുമോൾ ഇതുവരെ മനസ്സിൽ കൊണ്ട് നടന്നത് അവനക്കാണെങ്കിൽ ഒരിക്കൽ പോലും അവളോടൊരു ദയ തോന്നിയിട്ടില്ല. അള്ളാഹുവേ, എൻ്റെ കുട്ടിക്ക് നല്ല ഹൈറായ ഭർത്താവിനെ നീ നൽകി റഹ്മാനെ. ഉമ്മ ഹൃദയം പൊട്ടി ദ്വാ ചെയ്തു. അന്ന് വൈകുന്നേരമായപ്പോൾ അതാ സാറ് വിളിക്കുന്നു നുസൈബയുടെ ഫോണിലേക്ക്. നുസൈബ മോള് 2 ദിവസമായല്ലോ ക്ലാസ് കട്ട് ചെയ്തിരുന്നു, എന്തു പറ്റി? ഒരു പക്ഷേ സാറ് വിളിച്ചാൽ അവൾ കാര്യങ്ങൾ പറയും എന്ന് കരുതിയിട്ട് മിസ്സ് വിളിപ്പിച്ചതാണ്. സാറേ, അതൊന്നുമില്ല, മനസ്സിന് വല്ലാത്തൊരു പ്രയാസം, അതുകൊണ്ട് വരാൻ തോന്നിയില്ല. ഓക്കെ, മോളും ആ ലൊക്കേഷൻ ഒന്ന് വിടണേ, വീടിൻ്റെ അടുത്തുള്ള. അപ്പോഴേക്കും അവൾ വിചാരിച്ച് പഠിച്ചവനെ അവരിങ്ങോട്ട് വരികയാണ്, എന്തപ്പോൾ ഭക്ഷണം കൊടുക്കാൻ? ഉമ്മ ഉമ്മ എന്താ മോളെ? അതെ, സാറും മിസ്സും വരുന്നുണ്ടെന്ന് പറഞ്ഞു. പഠിച്ചവനെ, ഉമ്മ പെട്ടെന്ന് തന്നെ, ഓ ഭാഗ്യം, അൽഹംദുലില്ലാ, ഫ്രിഡ്ജുള്ളത് വലിയൊരു ഭാഗ്യമായി. നാരങ്ങാ വെള്ളം അത് ഉമ്മ തണുത്ത വെള്ളത്തിൽ കലക്കി വെക്കുകയാണ്. അപ്പോഴും നുസൈബയുടെ ഉമ്മയെയാണ് ഓർത്തത്. പഠിച്ചോനെ, അവർ ഇതൊക്കെ ഞങ്ങൾക്ക് തന്നതുകൊണ്ട് എത്ര ഉപകാരമായി. മോട്ടറും പൈപ്പും ഒന്നുമില്ലായിരുന്നു, കിണറിൽ നിന്ന് മുക്കിയായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഇപ്പോഴിതാ ഫ്രിഡ്ജും ഞങ്ങൾക്ക് എത്തിയിരിക്കുന്നു. അൽഹംദുലില്ലാ, അള്ളാഹുവേ, ഒരുപാട് ഗുണങ്ങൾ ആ ഫാമിലിനെ കൊണ്ട്, പ്രത്യേകിച്ച് ഉമ്മയെ കൊണ്ട് ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. മരുമകനെ കൊണ്ട് ഒരു ഉപകാരവും ഒരു ഗുണവും ഉണ്ടായിട്ടില്ലെങ്കിലും അവൻ്റെ ഉമ്മാനെ കൊണ്ട് ഇത്രയും നല്ല കാര്യങ്ങളൊക്കെ ആ ഉമ്മ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു. ഒരിക്കലും അള്ളാഹുവേ അവരെ തളർത്തല്ല തമ്പുരാനെ, അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും നീ പ്രദാനം ചെയ്യ് റഹ്മാനെ. ആ സ്നേഹം എന്നും നിലനിർത്തുന്ന റഹ്മാനെ. ഒരു നിമിഷം ഉമ്മ വിചാരിച്ചു, പഠിച്ചവനെ, ഇനി ഒരിക്കലും എൻ്റെ കുട്ടിനെ കാണാൻ ആ ഉമ്മ വരില്ല. കാരണം എന്താ, എൻ്റെ കുട്ടിനെ ഉപേക്ഷിച്ചതല്ലേ. അമ്മായിമ്മ മരുമകൾ എന്നുള്ള ഒരു ബന്ധം അവിടെ ഇല്ലല്ലോ. അതെ, പഴയ മരുമകളായിരുന്നു, പഴയ അമ്മായിമ്മയായിരുന്നു, എല്ലാം അത് പഴയതായി കഴിഞ്ഞു. ഒരിക്കലും ഇപ്പോൾ നടക്കുന്ന രീതിയിലല്ല. അതുകൊണ്ട് ഇനി ഒരിക്കലും അവർ ഞങ്ങളോട് ടച്ച് ഉണ്ടാവില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ അത് ഫൈസൽ സമ്മതിക്കുമെന്നും തോന്നുന്നില്ല. ഉമ്മാക്ക് സങ്കടം വന്നു. ഉമ്മ പെട്ടെന്ന് മനസ്സിലുള്ള ദുഃഖങ്ങളും പ്രയാസങ്ങളുമെല്ലാം മാറ്റിക്കൊണ്ട് വേഗം അതാ നാരങ്ങാ വെള്ളം കലക്കുകയാണ്. അവർ വരുമ്പോഴേക്കും, പഠിച്ചവനെ, എന്താണ് ഇനി കടി കൊടുക്കുക? കുറച്ച് പഴം ഇരിപ്പുണ്ട്, അല്പം പഴംപൊരി ഉണ്ടാക്കിയാലോ? ഉമ്മ പെട്ടെന്ന് അതിൻ്റെ പണിയിലൊക്കെ മുഴുകിക്കൊണ്ടിരിക്കും. നുസൈബ അങ്ങോട്ട് വന്നു. ഉമ്മ എന്തിനാ കഷ്ടപ്പെട്ടതൊക്കെ? തരി, ഞാൻ ശരിയാക്കി തരാം. നുസൈബ അപ്പോഴും പഴം കട്ട് ചെയ്യുവാനും മാവ് കൂട്ടുവാനും മുന്നോട്ട് വന്നപ്പോൾ ഉമ്മ പറഞ്ഞു, വേണ്ട മോളെ, എൻ്റെ മോള് ഒന്നും കണ്ടാൽ കണ്ടു നിൽക്കില്ല എന്നെനിക്കറിയാം. എല്ലാത്തിനും ഒപ്പം കൂടും. ഇത് ഉമ്മാക്ക് ചെയ്യുന്നതേ ഉള്ളൂ. മോൾ അവിടെ പോയിരുന്നോ, മോള് ഈ ഭാഗത്തേക്ക് വരണ്ട. ഉമ്മ, അവർ എന്തിനായിരിക്കും ഇങ്ങോട്ട് വരുന്നത് ഉമ്മ? ഞാൻ 2 ദിവസം ക്ലാസ്സിന് പോകാത്തതിന് അവർ വീട്ടിലേക്ക് വരേണ്ട ആവശ്യം? മോളെ, അതിനെന്താ? അല്ലെങ്കിൽ ചില നല്ല ടീച്ചേഴ്സൊക്കെ അങ്ങനെ തന്നെയാണ്. എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാകുമ്പോഴും എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോഴും പഠനത്തെ കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കാനൊക്കെ നല്ല ടീച്ചേഴ്സുമാർ വീട്ടിലേക്ക് വരാറുണ്ട്. അതിൽ പെട്ടതായിരിക്കും എന്തായാലും നല്ല സാറും മിസ്സും അല്ലേ? ഉമ്മ പഴമെല്ലാം മുറിച്ച് മാവിൽ മുക്കി അത് എണ്ണയിലിട്ട് പൊരിച്ച് കോരി. നല്ല വെയിലത്തല്ലേ അവർ വരുന്നത്, ആ ഒരു സമയത്ത് കൊടുക്കാൻ ഉമ്മ നാരങ്ങാ വെള്ളവും കലക്കി ഫ്രിഡ്ജിൽ വെച്ചു. ഉമ്മ പഴംപൊരി പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും നുസൈബ ലൊക്കേഷൻ സാറിനെ വിട്ടുകൊടുത്തിരുന്നു. ഉമ്മ പഴം പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴിതാ മുറ്റത്തേക്ക് ഒരു കാറ് വരുന്നു. ഉമ്മ, നമ്മളെ മുറ്റത്ത് ഒരു കാറ്. നുസൈബയുടെ അനിയത്തിക്കുട്ടികൾ അതാ വിളിച്ചു പറയുന്നു. മക്കളെ, അതെ, ഇത്താത്താൻ്റെ ടീച്ചറും സാറൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞു, അതായിരിക്കും. മോളെ നുസൈബ, ചെന്ന് നോക്ക്. നുസൈബ പതുക്കെ അതാ ആ സിറ്റ് ഔട്ടിൻ്റെ ഭാഗത്തേക്ക് ചെല്ലുന്നു. അവൾ കണ്ണീരിൽ നിറഞ്ഞ ആ ഒരു പുഞ്ചിരിയോടുകൂടി മിസ്സിനെയും സാറിനെയും വരവേൽക്കുന്നു. സാറേ, മിസ്സേ, കയറി ഇരിക്കി. അപ്പോഴേക്കും ഉമ്മയും ഓടിയെത്തി. അല്ലാ, നിങ്ങൾ വന്നോ? അവൾ ഇപ്പം നേരെയാണ് പറഞ്ഞതേ. അപ്പോൾ അതിനെന്താ ഉമ്മ, കയറിയിരിക്കും മക്കളെ, കയറിയിരിക്കും. ഉമ്മ കസാരയെല്ലാം നീക്കി കൊടുത്തു, അവരെ ഇരുത്തി. അപ്പോഴേക്കും ഉമ്മ അടുക്കളയിലേക്ക് ഓടി. ആ വലിയ കനമുള്ള ഗ്ലാസ്സിൽ
തണുത്ത നാരങ്ങ വെള്ളം ഒഴിച്ചു. മോളെ നുസൈബ, ഇവിടെ വാ. മോളെ, ഈ വെള്ളം കൊണ്ടുപോയി കൊടുക്ക്. ഒരു ട്രേയിൽ 2 ഗ്ലാസ് വെള്ളവുമായി അതാ നുസൈബയുടെ കയ്യിൽ ഉമ്മ കൊടുക്കുന്നു. നുസൈബ അത് സാറിൻ്റെയും മിസ്സിൻ്റെയും അടുക്കിലേക്ക് കൊണ്ടുപോയി വെച്ചു. സാറേ, ഇതാ വെള്ളം കൊടുക്ക്. മിസ്സേ, ഇതാ. അവൾ വെള്ളം എടുത്തു കൊടുത്തു. അവർ അത് കുടിച്ചു. മോളിരിക്ക്. അവരുടെ മുമ്പിലുള്ള ആ ഒരു ബെഞ്ചിൽ തന്നെ അതാ നുസൈബ ഇരുന്നു. അല്ല, എന്ത് പറ്റി മോളെ? ഇന്നലെയും ക്ലാസ്സിനില്ല, ഇന്നുമില്ല. അതാണ് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് പോകുന്നത്. അത് മിസ്സേ, അല്ല പറഞ്ഞോളൂ. മോൾക്ക് എന്തെങ്കിലും വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ, കുഴപ്പമില്ല. നിങ്ങളുടെ ഒരു വിദ്യാർത്ഥിയുടെ എല്ലാ കാര്യങ്ങളും ഒരു ടീച്ചേഴ്സ് അറിഞ്ഞിരിക്കുന്നത് അത് നല്ലൊരു കാര്യമാണ്. മോള് പറഞ്ഞോളൂ, മോളുടെ ജീവിതത്തിൽ എന്താ പറ്റിപ്പോയത്? അതുമല്ല, മോളുടെ കല്യാണം അതിൻ്റെ ഇടയിൽ കഴിഞ്ഞു എന്നോ? അതൊക്കെ ഉമ്മ പറഞ്ഞു കേട്ടു. സത്യം പറഞ്ഞാൽ എനിക്ക് വല്ലാത്തൊരു എനിക്ക് വല്ലാത്തൊരു ഫീലായി പോയിട്ടത്. അത് ഇത്രയും ചെറുപ്പത്തിലേ മോളെന്തിനാ അതൊക്കെ സമ്മതിച്ചത്? അങ്ങനെയൊക്കെ സമ്മതിക്കാൻ പാടുണ്ടോ? +2 കഴിഞ്ഞുടനെ കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ജീവിതം അവിടെ അങ്ങോട്ട് തളക്കപ്പെട്ട പോലെയാണ്. അല്ലെങ്കിൽ പിന്നെ പറ്റും, പിന്നെ പഠിപ്പിക്കണവരാണോ? ഇത് പഠിപ്പിക്കണമില്ല. പിന്നെ നീ ഇവിടെ വന്നതിന് ശേഷമാണ് പഠനം കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി തുടങ്ങിയത് എന്നൊക്കെയാണല്ലോ ഉമ്മ പറഞ്ഞത്. മിസ്സേ, അതെല്ലാം ശരിയാണ് മോളെ. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഇനിയിപ്പോൾ നിൻ്റെ ഹസ്ബൻഡിനോട് കാര്യങ്ങൾ പറഞ്ഞാൽ പോരെ? ഹസ്ബൻഡിനോട് കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്താ ഇതിങ്ങനെ എക്സാമാണ്, നല്ല നീറ്റ് എക്സാമാണ്, അതിപ്പോൾ നമ്മൾ റാങ്കൊക്കെ നേടിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ അതിൻ്റെ കാര്യം എന്നൊക്കെ പറഞ്ഞാൽ പോരെ? പിന്നെന്താ അത് ഒഴിവാക്കുന്നത്? നുസൈബയുടെ മുഖം വല്ലാതായി. ഹസ്ബൻഡ് എന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് തൻ്റെ ഫൈസൽക്കിയുടെ മുഖമാണ് ഓർമ്മ വന്നത്. പിന്നെയാണ് ഉമ്മ പറഞ്ഞത് ഓർത്തത്. ഒരിക്കലും അതിനെക്കുറിച്ച് അങ്ങനെ ഓർക്കാൻ പാടില്ല, അത് തെറ്റാണ്, ഹറാമാണ് എന്നുള്ളത്. അത് മിസ്സ്, മോളെ എല്ലാം പറഞ്ഞോളൂ. നിൻ്റെ കാര്യങ്ങളെല്ലാം തുറന്ന് പറയണം. നമുക്കൊരു തീരുമാനം എടുക്കണം. പിന്നെ ടൈമില്ല കേട്ടോ. ഇതാ എക്സാം എത്തിത്തുടങ്ങി. ഇനി ക്ലാസ്സിന് വരാതായാൽ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ മിസ്സാവും. അപ്പോൾ ഇന്നലെ എടുത്ത ചെറുതായിട്ടുള്ള ഭാഗങ്ങൾ ഞാൻ നിനക്കൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. മോൾ നോട്ട് എടുത്ത് കൊണ്ടുപോവാ. നുസൈബ നോട്ടും പേനയും എടുത്തു കൊണ്ടുവന്നു. അതിൽ അത്യാവശ്യമായി ക്വസ്റ്റ്യൻസ് വരുന്നതിൽ പ്രധാനപ്പെട്ട കുറച്ച് ഘടകങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ചു. അതെങ്ങനെയൊക്കെയാണ് അതിൻ്റെ ക്വസ്റ്റ്യൻസ് വരിക? പല രീതിയിലും വരും. ചിലപ്പോൾ ഒരു പക്ഷേ ആൻസർ തന്നിട്ടായിരിക്കും ക്വസ്റ്റ്യൻ മോഡലിൽ വരും, അല്ലെങ്കിൽ നേരിട്ടായിരിക്കും. അങ്ങനെയൊക്കെ പല ഐറ്റംസ് 2-3-4 വിഭാഗത്തിൽ മോഡലിൽ ആ ഒരു ക്വസ്റ്റ്യൻസ് വരും. എന്നതിനെക്കുറിച്ചെല്ലാം നുസൈബയോട് ടീച്ചറതാ പറഞ്ഞു കൊടുക്കുന്നു. സാറും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഇന്നലെ എടുത്ത ഭാഗം ഇന്നിവിടെ കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞതാണ്. ക്ലാസ്സിലാണെങ്കിൽ നമുക്ക് ടൈമുണ്ടല്ലോ, ഒരുപാട് വിശദമായി എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാൻ കഴിയും. പക്ഷേ നമ്മൾ ഇവർ കുറഞ്ഞ ടൈമിനുള്ളിൽ ചുരുക്കി പറയുന്നതും വിശാലമായി പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് മോള് ഇനി നല്ല രീതിയിൽ ഒന്ന് കറക്റ്റ് ചെയ്യണം കേട്ടോ. പിന്നെ എക്സാം അത് അറ്റൻഡ് ചെയ്യൽ ഉറപ്പാണ്. ഒരിക്കലും നീ മടി പിടിച്ച് എന്തെങ്കിലും വിഷമങ്ങൾ പ്രയാസങ്ങൾ ജീവിതത്തിലുണ്ടെങ്കിൽ അതൊരിക്കലും എക്സാമിലേക്ക് കൂടി കലർത്തരുത്. ഓക്കെ? സാറും ഒരുപാട് ക്ലാസ്സിലെ കാര്യങ്ങളും മാത്സിനെ കുറിച്ചും സയൻസ് വിഭാഗത്തിൽ വരുന്ന ക്വസ്റ്റ്യൻസും കാര്യങ്ങളും അതിൻ്റെ ഐഡിയാസൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഉമ്മ അപ്പോഴേക്കും പഴംപൊരിയെല്ലാം ചുട്ട് നല്ല പാൽ ചായ എല്ലാം ഉണ്ടാക്കി അതാ അവിടെ കൊണ്ടുവന്ന് വെക്കുന്നു. ഇനി ചായ കുടിച്ചോളി, എന്നിട്ട് ക്ലാസ് എടുക്കാം. ഉമ്മ അപ്പോഴേക്കും ചായയൊക്കെ ഉണ്ടാക്കിയോ? മോൾക്ക് ഞങ്ങളിപ്പോൾ ഇങ്ങോട്ട് വന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ കാരണം മറ്റൊന്നുമല്ല, മറ്റുള്ള കുട്ടികളെക്കാളെല്ലാം ടാലൻ്റാണ് നുസൈബ. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. കാരണം നമ്മുടെ സ്ഥാപനത്തിൻ്റെ കൂടെ ഒരു പ്രതീക്ഷയാണ്. ഇങ്ങനെയുള്ള റാങ്കുകൾ കാണിച്ചു കൊടുത്താലും നമുക്ക് ഇനിയും നെക്സ്റ്റ് വർഷത്തിൽ ആളെ കിട്ടുകയുള്ളൂ. ആളെ കിട്ടുക വെച്ചാൽ ഇവിടെ നിന്ന് പഠിച്ച കുട്ടികളാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ടാലൻ്റ് കുട്ടികളൊന്നും വിടാൻ പറ്റില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ മാതൃക കൂടിയാണ് അവർ. അങ്ങനെ ആകുമ്പോഴാണ് കൂടുതൽ കുട്ടികൾ പഠിക്കാനും വരാനും ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്കും അങ്ങനെ മൊത്തത്തിൽ ഇതുപോലുള്ള കുട്ടികളാണ് നമുക്ക് ആവശ്യം. അതുകൊണ്ടാണ് ഇത്രയും ദൂരം ഉണ്ടായിട്ടും ഞങ്ങളിങ്ങോട്ട് വന്നത്.
അല്ലെങ്കിൽ പറയേണ്ട ഒരു ആവശ്യമില്ല. ആ, ഞങ്ങൾ ചായ കുടിക്കേ, എന്നിട്ട് സംസാരിക്കാം. ഉമ്മ ചുട്ട പഴമ്പൊഴിയും ആ ഒരു ചായയും അവർ കുടിച്ചുകൊണ്ടിരിക്കുന്നു. നുസൈബ, നിനക്ക് നല്ലൊരു ഉമ്മച്ചിയെ കിട്ടിയിട്ടുണ്ടല്ലോ, അത് തന്നെ നിൻ്റെ ഭാഗ്യല്ലേ അല്ലേ? എന്തായാലും മോള് പഠിക്കാൻ കേട്ടോ. പിന്നെ കുറച്ച് ക്ലാസ്സും കൂടി ഉണ്ട് അത്യാവശ്യമായിട്ട്. എന്തായാലും ഇന്നത്തെ ക്ലാസ് ഓക്കെ, നാളെ മുതൽ ക്ലാസ്സിന് ജോയിൻ ആവാൻ വരൂലേ? വരണം കേട്ടോ, ഒഴിവാക്കരുതേ. അവർ അവളെ നിർബന്ധിച്ചു. അവർ ചായ എല്ലാം കുടിച്ച് ഫ്രഷായി. പിന്നെ നുസൈബയോട് കുറച്ചുകൂടി കാര്യങ്ങൾ പറയുവാൻ വേണ്ടി അവർ നിന്നു. മോളെ, നമുക്ക് ജീവിതം എന്ന് പറഞ്ഞാൽ ഒന്നുള്ളൂ. ആകെ നമുക്ക് ദൈവം തരുന്നത് ഒരു ജീവിതമാണ്. ആ ഒരു ജീവിതം തിരഞ്ഞെടുക്കേണ്ടത്, അതിൻ്റെ നന്മയും തിന്മയും തിരിച്ചറിയേണ്ടത്, തെറ്റും ശരിയും തിരിച്ചറിയേണ്ടത്, തിരഞ്ഞെടുക്കേണ്ടത്, അതെല്ലാം നമ്മുടെ കടമയാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്ത് വേണം അത് നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. അല്ലാതെ മറ്റൊരുത്തിനും നമുക്ക് വേണ്ടി കണ്ടുപിടിക്കാൻ വരില്ല. അത് നമ്മുടെ മനസ്സിൽ നല്ലത് തോന്നും. എനിക്ക് പഠിക്കണം, എനിക്ക് എന്തെങ്കിലുമൊക്കെ ആവണം, എന്തെങ്കിൽ മാത്രമേ ഈ ഒരു ലോകത്ത് നല്ല രീതിയിൽ ജീവിക്കാൻ കഴിയുള്ളൂ. ഇപ്പോഴത്തെ കാലങ്ങളൊക്കെ മോൾക്ക് അറിയണമല്ലേ? ഒരു ക്യാഷ് കൊടുത്ത് എന്തെങ്കിലും സാധനം നമുക്ക് വാങ്ങണം, അതിനൊരു വില എത്രയാണ്? എന്ത് തന്നെയായാലും എല്ലാത്തിനും നല്ല ക്യാഷാണ്. അതിന് നമ്മളെ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ അത് ധൈര്യമായി നമുക്ക് ഒരാളുടെ മുമ്പിൽ കൈ നീട്ടാതെ അത് വാങ്ങുകയോ അത് യൂസ് ചെയ്യുകയും ഒക്കെ ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ളവർക്ക് പണം കൊടുക്കാം, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ആർക്ക് വേണമെങ്കിലും ഉപകാരം ചെയ്യാം, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ എന്ത് വേണം? നമ്മൾ അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യണം. അതിനുള്ള കഴിവ് നിനക്കുണ്ട്. ആ ഒരു കഴിവ് നീ തെളിയിച്ചു കഴിഞ്ഞാൽ നീ രക്ഷപ്പെടും. അതല്ല, ടെൻഷനാണ്, വിഷമാണെന്ന് പറഞ്ഞിട്ട് എക്സാമൊക്കെ എഴുതാതെ ഒഴിവാക്കി വിടുക, ക്ലാസ് ഒഴിവാക്കുകയും ഇനി മുതലുള്ള ക്ലാസ് ഒഴിവാക്കി വിടുകയും ചെയ്താൽ നുസൈബ, അത് വലിയൊരു നഷ്ടമായിരിക്കും നിനക്ക് കേട്ടോ. അപ്പോൾ ഒരിക്കലും നീ അത് ഒഴിവാക്കരുത്. പിന്നെ ഇനി ഒരുപാട് കാര്യങ്ങളൊക്കെ പറയാണ്ട് നാളെ ക്ലാസ്സിൽ വെച്ചിട്ട് ബാക്കി സംസാരിക്കാം. ഇവിടെ ഇങ്ങനെ കൂടുതൽ സംസാരിക്കണത് നല്ലതല്ലല്ലോ. ഉമ്മയെ ഒന്ന് വിളിക്കുമോ? ഉമ്മ, നുസൈബ ഉമ്മയെ വിളിച്ചു. അതെ, മോള് ടാലൻറ്റ് ഗേളാണ്, പഠിക്കാൻ കഴിയുള്ള കുട്ടിയാണ്. എന്തായാലും നാളെ നിങ്ങൾ വിടണം കേട്ടോ. ഇനിയിപ്പോൾ ക്ലാസ് അധികമില്ല, അത്യാവശ്യമുള്ള അർജൻറ്റ് ക്ലാസ്സുകളാണ് ഇനി ഉള്ളത്. ഒരിക്കലും ഒഴിവാക്കരുത്. പിന്നെ വീട്ടിൽ നിന്ന് കഴിയുന്നതും ടെൻഷൻ അടിച്ചിരിക്കാതെ ഇങ്ങനെ പഠിക്കാൻ വേണ്ടി പറയണം കേട്ടോ. അല്ല, മോൾക്കിപ്പോൾ എന്താണ്, എന്തിൻ്റെ പേരിലാണ് ടെൻഷൻ? വിവാഹം കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് ഇവിടെ ഇല്ലാത്തതുകൊണ്ടായിരിക്കും അല്ലേ? അല്ല ടീച്ചറെ, അതൊക്കെ ഒരു കഥയാണ്. എൻ്റെ കുട്ടീനെ അവരൊഴിവാക്കിയിരിക്കുന്നത്. അവന് മറ്റൊരു പെണ്ണിൻ്റെ കൂടെയാണല്ലോ ഇപ്പോൾ. ഷോ, വല്ലാത്തൊരു കഷ്ടം. ഈശ്വര, അത് എന്താ ചെയ്യലേ? അങ്ങനെയുള്ള ഒരു ആൾക്കാണോ നിങ്ങൾ വിവാഹം കഴിച്ചു കൊടുത്തത്? അതൊന്നും ടീച്ചറെ ഞങ്ങൾക്കറിയില്ലല്ലോ, അവൻ്റെ സ്വഭാവ രീതികളും കാര്യങ്ങളൊന്നും. എൻ്റെ കുട്ടി അവിടെ നിൽക്കണമെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും അവനായിട്ട് യാതൊരു രീതിയിലുള്ള ബന്ധവും ഉണ്ടായിട്ടില്ല. അങ്ങനെയാണ്. ഉമ്മ, നിങ്ങളൊരിക്കലും പ്രതീക്ഷ കൈവിടില്ലേ? നിങ്ങളെ മോൾക്ക് നല്ലൊരു ഭാവി വരാണ്ട്. അതുകൊണ്ട് നിങ്ങൾ അവളെ നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യുക, അവളെ പ്രോത്സാഹിപ്പിക്കുക. പഴയതൊന്നും ഓർക്കുകയേ വേണ്ട. അവൾക്ക് നല്ല ജീവിതം കിട്ടും. അവൾ ആദ്യം പഠിക്കട്ടെ, പഠിച്ച് ഉഷാറാവട്ടെ, എന്നിട്ട് മതി ഇനി കല്യാണം. അങ്ങനെയാകുമ്പോൾ ഇഷ്ടം പോലെ വിവാഹാലോചനകൾ അവളെ തേടി വരും, അത് ഉറപ്പാണ്. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കരുത്. ഇപ്പോൾ അവൾ പഠിച്ച് ഉഷാറാവട്ടെ. ഓക്കെ, എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ കേട്ടോ. ഉമ്മയുടെ കണ്ണുകൾ അപ്പോഴേക്കും നിറഞ്ഞിരുന്നു. എൻ്റെ കുട്ടി പോവോ എന്തോന്നാവോ? എൻ്റെ കുട്ടിയുടെ മാനസിക നില ആകെ തെറ്റിയതുപോലെയാണ് ഇപ്പോൾ തോന്നുന്നത്. അവൾക്ക് വിഷമം താങ്ങാൻ കഴിയാത്തത് കൊണ്ട്. സാറ് കാർ സ്റ്റാർട്ട് ചെയ്തു. അവരിതാ പോകുന്നു. നുസൈബയോട് ഒരിക്കൽ കൂടി പറഞ്ഞു, മോളെ നാളെ ക്ലാസ്സിന് വരണേ. നുസൈബ എന്ത് പറയണം എന്നറിയാതെ ഒരു നിമിഷം പകച്ചുപോയി. സത്യം പറഞ്ഞാൽ അവൾക്ക് തീരെ താല്പര്യമില്ലായിരുന്നു ആ ബസ്സിലുള്ള യാത്രയും, അത് കഴിഞ്ഞ് ആ സ്കൂളിലേക്കുള്ള ആ ഒരു നടത്തവും. അതൊന്നും അവൾ വിചാരിക്കുകയാണ്, പഠിച്ചവനെ എന്തിനാണ് ഞാൻ അതൊക്കെ, എൻ്റെ പ്രതീക്ഷകൾക്ക് തെറ്റിയില്ലേ എന്നൊക്കെ. പിറ്റേ ദിവസം രാവിലെ ഉമ്മ അവളോട് പറഞ്ഞു, മോളെ നുസൈബ വേഗം ഫ്രഷ് ആയിക്കോ, മോളെ ക്ലാസ്സിലേക്ക് പോയിക്കോ, ഇനി ദിവസമില്ല കേട്ടോ. എക്സാം എഴുതണമെങ്കിൽ തന്നെ നല്ല പഠിക്കണം. അതൊന്നുമില്ലാതെ മോള്. ഉമ്മ, എന്താടി? ഞാൻ പോണില്ല ഉമ്മ. അതെന്താ നുസൈബ നീ ഇങ്ങനെ? എന്നെ ദേഷ്യം പിടിപ്പിക്കുകയാണോ?
ഉമ്മ, ഞാൻ എക്സാം എഴുതാം, ഒറ്റയ്ക്ക് പോയിക്കോളാം. പിന്നെ എൻ്റെ കുട്ടിയെ ഇത്രയും ക്ലാസ് മിസ്സാക്കിയിട്ട് നീ എക്സാം എഴുതിയിട്ടെന്താ? പിന്നെ നിൻ്റെ ക്ലാസ്സിലുള്ള മറ്റു കുട്ടികളൊക്കെ നിൻ്റെ റാങ്ക് കൊണ്ടുപോകട്ടോ. ഒരിക്കലും നിനക്ക് അവരുടെ മുൻപിൽ എത്താൻ കഴിയൂല. എപ്പോഴും നീ താഴ്ന്നിരിക്കും. നിനക്ക് ജയിക്കണ്ടേ? ജയിക്കണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യമായ കുറച്ച് ട്രിക്കും കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരുന്നുണ്ട്. അത്യാവശ്യം മോള് പോയിക്കോ. ഉമ്മ, എനിക്ക് പോകാൻ തോന്നുന്നില്ല. ക്ലാസ്സിൽ എനിക്ക് ഇരിക്കാൻ കഴിയില്ല. ഞാൻ പോണില്ല ഉമ്മ. അന്നും നുസൈബ ക്ലാസ്സിന് പോകുന്നില്ല. പതിവ് പോലെ അന്നും ഷമ്മാസ് അതാ ആ ബസ് നോക്കി നിൽക്കുന്നു. ആ ഹിജാബി ആ ഒരു ബസ്സിൽ നിന്ന് ഇറങ്ങുന്നുണ്ടോ എന്ന്. പക്ഷേ അന്ന് നിരാശയായിരുന്നു ഫലം. ആ ഒരു പെണ്ണ് അന്നും ബസ്സിൽ നിന്നിറങ്ങിയില്ല. വളരെയധികം സങ്കടത്തോടെ ഷമ്മാസ് പുറത്തേക്ക് വെറുതെ നോക്കിയിരുന്നു. ഇല്ല, ഒരിക്കലും ഞാൻ ആ ഹിജാബിയെ ഇനി പ്രതീക്ഷിച്ചിട്ട് കാര്യമുണ്ടാവില്ല. അവളിനൊരിക്കലും വരില്ല. അവൾക്ക് എന്നെ ഇഷ്ടവും ഉണ്ടാവില്ല. ഷമ്മാസിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ വിടാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.